നമസ്കാരം, മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ അങ്കക്കാട് പാടത്താണ്. അവിടെ ഒരു ചിറയുണ്ട്, അത് കാണാൻ വന്ന. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ട് ഈ പാടവരമ്പത്തിലൂടെ അങ്ങോട്ട് മുന്നോട്ട് നടന്നു പോട്ടാം. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നു പോയാൽ നമുക്ക് ആ ചിറയുടെ അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇവിടുന്ന് വളരെ അടുത്താണ് നമ്മുടെ ചിറ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു വരമ്പിലൂടെ നടന്ന് ഈ തോടിൻ്റെ സൈഡിലൂടെ നടന്ന് നമ്മൾ ഏകദേശം നമ്മുടെ ചിറയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് മങ്കരച്ചിറ. ഇവിടെ ഒരു തടയണ പോലെ കെട്ടിയിട്ടുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ വെള്ളം ഇതിലൂടെ കണ്ട് ഒഴുകിപ്പോവും. മങ്കരച്ചിറ എന്നാണ് പേര്. നമ്മുടെ വടക്കാഞ്ചേരിയിൽ നിന്ന് 3 കിലോമീറ്റർ അങ്ങോട്ടുള്ളൂ. വാഴാനി റൂട്ടിലൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് ഈസി ആയിട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇപ്പോഴും ഇവിടെ ഒരുപാട് വെള്ളമുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ നീന്തം പഠിക്കാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ സൈഡിലിരുന്നിട്ട് ചൂണ്ടിട്ട് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എപ്പോഴും ശക്തമായിട്ട് വെള്ളം ഇതിലേക്ക് ഒലിച്ചിറങ്ങി വരുന്നുണ്ട് കേട്ടോ, തൊട്ടടുത്തുള്ള പാടശേഖരത്തിൽ നിന്ന്. അതുപോലെ തൊട്ടടുത്ത് ഒരു ആമ്പലൊക്കെ വിരിഞ്ഞിരിക്കുന്ന സ്ഥലമുണ്ട്. മനോഹരമായി പാടത്തിൻ്റെ സൈഡിൽ കൂടെ പോയിട്ടാ നമ്മൾ ഈ ചിറയുടെ അവിടേക്ക് എത്തിയത്. ഒരു ചേട്ടൻ തലയുടെ മുകളിൽ കായക്കൊലൊക്കെ ഇട്ട് ആടുകളായിട്ട് പോകണം കേട്ടോ. നല്ലൊരു ഗ്രാമീണ കാഴ്ച കേട്ടോ. അങ്ങനെ നമ്മൾ ആട് മേയ്ക്കണ ആ ചേട്ടനോട് സംസാരിച്ചിട്ടോ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ ഉണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് കടന്നു. അപ്പോൾ കടന്നു വന്നപ്പോൾ ഒരു ചെറിയൊരു കുളം, പിന്നെ വിശാലമായ പാടത്തിൻ്റെ നടുക്കൂടെയാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുക. നമ്മളങ്ങനെ കാടും മേടും താണ്ടി പോയിക്കൊണ്ടിരിക്കാം. അങ്ങനെ വെള്ളത്തിൻ്റെ വീണ ശബ്ദം നോക്കിയിട്ട് നമ്മൾ പോവുക. ഏകദേശം അടുത്തെത്താറേ. ഇതോട്ട് അടിപൊളി വെള്ളച്ചാട്ടം, സിമ്പിള്. മഴക്കാലത്ത് നല്ല കിടിലനാ സംഭവം. നല്ല അടിപൊളി വെള്ളച്ചാട്ടം തന്നെ, അടിപൊളി വെള്ളച്ചാട്ടം. ആ പാടത്തിൻ്റെ സൈഡിൽ കൂടെ വന്നിട്ടേ ഒരു ചേട്ടൻ ആടുകളെ കൊണ്ടുപോയായിരുന്നു. ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടനോട് വഴി പറഞ്ഞു തന്നെ. പാടത്ത് കൂടെ അങ്ങോട്ട് നടന്നു വന്നപ്പോൾ അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ച. ഇത് ഒഴുകിയിട്ട് പോകണുണ്ടോ, നല്ല രസമുണ്ട് സംഭവം. നല്ല മഴക്കാലത്താകുമ്പോൾ കിടിലൻ വൈബായിരിക്കും. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ മോട്ടോർ വരെയുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തുനിന്നാണ് ഇപ്പോൾ ഇത് കാണുന്നത്. എനിക്ക് തോന്നണത് ഇതൊക്കെ ചുറ്റുവട്ടത്ത് കാണുന്നതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് തോന്നണം. അപ്പോൾ ഇവിടുത്തെ ആളുകളുടെ നിർദ്ദേശം പാലിച്ചിട്ട് മാത്രം ഇങ്ങോട്ട് വരിക. സംഭവം നല്ല രസമുണ്ട് കേട്ടോ. മങ്കരച്ചിറയിൽ ഉള്ള ഈ കുഞ്ഞു ചെറിയും ചെറിയൊരു വെള്ളച്ചാട്ടവും കിടിലെന്ന് പറഞ്ഞാൽ കിടിലൻ തന്നെയാണ്. ചുറ്റുഭാഗവും പാടശേഖരം, നല്ല വൈബ്, പൊളി പ്ലേസ്. നല്ല പൊളി വൈബ് എന്ന് പറഞ്ഞാൽ പൊളി വൈബ്, ഒരു രക്ഷയില്ല. വെള്ളച്ചാട്ടമൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ നടക്കുക കേട്ടോ. നല്ല വൈബുള്ള സ്ഥലം കേട്ടോ. അതുപോലെ കൊക്കുകൾ, ദേശാടന പക്ഷികളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ നെൽച്ചെടിയുടെ ഇടയിൽ വന്നിരിപ്പുണ്ട്. അയ്യോ, നല്ല പച്ചപ്പ് നിറഞ്ഞ പാടശേഖരം, എന്ത് ഭംഗിയ. തൊട്ടപ്പുറത്ത് മലനിര. തെങ്ങും തോപ്പും പച്ചപ്പൊക്കെ കാണുമ്പോഴേ കിടിലൻ. തിരിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളാട്ടോ. ചെറിയൊരു കുളം പാടത്തിനോട് ചേർന്ന്, അവിടെ അപ്പുറത്ത് പശുവിനൊക്കെ മേയാൻ വിട്ടുണ്ട്. നല്ല കിടിലൻ തെങ്ങും തോപ്പ്, ചുറ്റുള്ള പച്ചപ്പ് തന്നെയാട്ടോ അതിൻ്റെ ഒരു പ്രത്യേകത. നല്ലൊരു പാടശേഖരം, അതിനോട് ചേർന്നൊരു ചിറ. കുറച്ചങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ ചെറിയൊരു വെള്ളച്ചാട്ടം, അടിപൊളി. പിള്ളേരുകൾ കുളിക്കാനും കളിക്കാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് സൈക്കിളുമായി. ഈ തോട്ടിലൂടെ കൃഷി ആവശ്യത്തിനുള്ള വെള്ളം പോകുന്നുണ്ട് കേട്ടോ. ഈവനിങ് ആയപ്പോഴേ ചിറയുടെ ഭാഗത്തേക്ക് ആൾക്കാർ ജഗപൊകയെന്ന് നടന്നു വരുന്നുണ്ട്. കുട്ടികളും വയസ്സായ ആൾക്കാരും എല്ലാവരും ഉണ്ട്. സൈക്കിൾ ചവിട്ടുന്ന പിള്ളേരും ഉണ്ട് ഇഷ്ടം പോലെ. സൺസെറ്റൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടുകയാണ്. അമ്മാതിരി വൈബ്.
അങ്ങനെ ഇവിടുത്തെ സൺസെറ്റും പാടവും ചെറിയൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോട്ടോ. നല്ല അടിപൊളി വൈബുള്ള കാഴ്ചകളാണ്. സൂപ്പർ പ്ലേസ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.